ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. ഞാനിത് നേരത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ് ഒന്നുകൂടെ വാങ്ങുന്നത്. ഇത് 6 കമ്പാർട്ട്മെൻറ്റുള്ള ഒരു ഡ്രോവറാണ്. ഡ്രോവർ എന്നല്ലേ പറയുക, അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ സാധനങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം സെപ്പറേറ്റ് പീസുകളാണ്. നമ്മളതിനെ ജോയിൻ ചെയ്യണം. 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള 6 സെറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ 6 ബോക്സും വെക്കാനുള്ളതാണിത്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്ത് കൂടെ ഒന്ന് കാണിച്ചു തരാം. എല്ലാം നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം റബ്ബർ ബാൻഡൊക്കെ പൊതിഞ്ഞ് ഓരോരോ സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വില 575 ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുന്ന കാരണം, ഇയർ എൻഡിങ് സെയിൽ നടക്കുന്ന കാരണം എനിക്കിത് 475 രൂപയ്ക്ക് അത് കിട്ടി കേട്ടോ. ഞാൻ 2 എണ്ണം വാങ്ങി. ഇത് രണ്ടാമത്തെ പീസാണ് ഞാനിത്. നമുക്ക് കുട്ടികൾക്ക് ഓരോ അവരുടെ പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് വെക്കാനായിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ അതൊന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഓരോന്നായി ഫിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ വാങ്ങാം. അപ്പോൾ നമുക്കിത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴെ വെക്കാനുള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് ഏറ്റവും അടിയിലായിട്ട് ബുഷ് പോലെ, നമ്മൾ സോഫയിലൊക്കെ ഉണ്ടാവില്ലേ ബുഷ് പോലെ, അങ്ങനെ 4 സൈഡും ഓരോരോ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ കാലുകൾ പോലെ 4 സൈഡ് കൊടുക്കാനുള്ള ചെറിയൊരു പീസ് പ്ലാസ്റ്റിക്കിൻ്റെ അതുകൂടെ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ പേരെനിക്കറിയില്ല എന്താ പറയേണ്ടത്. അതും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇളകി വരും. അതിൻ്റെ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതുമാണ്. അപ്പോൾ കറക്റ്റായി തന്നെ വെച്ച് അതൊന്ന് അമർത്തി കൊടുക്കാം. അങ്ങനെ നമുക്ക് അടുക്കായിട്ട് നമുക്ക് വെക്കാം. 6 എണ്ണം ഉണ്ട്. അപ്പോൾ 7 ഈ സ്റ്റാൻഡ് ഉണ്ടാവും. അതൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഫിറ്റ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് വീതി കുറവും ഒരു സൈഡ് വീതി കൂടുതലുമാണ് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ഭാഗമാണ് ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഓരോന്നായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4-ആമത്തെ ഇനി വെക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ബോക്സ് ഇട്ട് കൊടുക്കണം. ഏറ്റവും മുകളിൽ വരുന്നത് ഈ പ്ലെയിൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം, വല്ല ഫ്ലവറോ കുട്ടികളുടെ ടോയൊക്കെ വെക്കാം. നമുക്കിത് കുട്ടികളുടെ ടോയ്സ് മാത്രമല്ല, നമുക്ക് അടുക്കളയിൽ വെക്കാം, കിച്ചണിൽ വെക്കാം, പിന്നെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സുകൾ വെക്കാം. അതുപോലെ ഇതുപോലെ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാം. കുട്ടികളുടെ പഠിക്കാനായിട്ടുള്ള പെൻസിൽ, പേന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ബോക്സുകളായിട്ട്, ഞാൻ പറയാമല്ലോ 6 ബോക്സ് ഉണ്ട്, 6ഉം ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് ഭാഗം കുറച്ച് വീതിയുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും പറ്റും. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം, അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ട്രോങ് തന്നെയാണ്. നമുക്ക് കിച്ചണിലൊക്കെ നമുക്ക് വെജിറ്റബിൾസൊക്കെ വെക്കാനൊക്കെ ആയിട്ട് പറ്റും. പെട്ടെന്ന് കേടൊന്നും വരില്ല. നല്ല പ്രൊഡക്റ്റാണ്. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഇത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പല സാധനങ്ങളും വയ്ക്കാം. വേറെ കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വയ്ക്കാവുന്നതാണ്. മുകളിൽ പ്ലെയിനായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിന് മുകളിലും വേണമെങ്കിൽ എന്തെങ്കിലും വയ്ക്കാം. ഇതുപോലെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. നല്ലവണ്ണം വലിച്ചാൽ അത് പുറത്തേക്ക് വരും. നമ്മൾ ഇതുപോലെ 3/4 ഭാഗം വലിച്ചാൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊഡക്റ്റ്. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.